കടന്നൽ ആക്രമണം ഭയന്ന് ഹെൽമറ്റ് ധരിച്ച് പുറത്തിറങ്ങേണ്ട അവസ്ഥയിലാണ് തിരുവനന്തപുരം ഉഴമലക്കൽ പഞ്ചായത്തിലെ ആഴകം നിവാസികൾ. ഹെൽമറ്റ് വെച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സാധാരണ കടന്നലിനേക്കാൾ 5 ഇരട്ടി വലിപ്പവും അപകടകാരിയുമായ ഗ്രേറ്റർ ബാൻഡഡ് ഹോണറ്റ് ബ്രാൻഡഡ് ഹോണറ്റ് എന്നാണ് ഈ കടന്നലിന്റെ പേര്. ഈ കടന്നലാണ് നാട്ടുകാരെ ഓടിച്ചിട്ട് കുത്തുന്നത്. 2 മാസമായി തുടരുന്ന കടന്നലാക്രമണം കുട്ടികളെ പോലും പുറത്തിറക്കാൻ ഭയക്കുകയാണ് ഈ നാട്ടുകാർ. നമുക്കൊന്ന് കണ്ടുവരാവരെ. ഏത് നിമിഷവും പറന്നെടുക്കാവുന്ന ആപത്തിന് ഭയന്ന് ജീവിക്കുകയാണ് ഉഴമലക്കൽ പഞ്ചായത്തിലെ മഞ്ചമൂല ആഴകം നിവാസികൾ. സാധാരണ കടന്നലിനേക്കാൾ 5 ഇരട്ടി വലിപ്പവും അപകടകാരിയുമായ ഗ്രേറ്റഡ് ബാൻഡഡ് ഓണസ്റ്റ് എന്ന കടന്നൽ കൂട്ടമാണ് ഒരു പഞ്ചായത്തിനെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത്. ഇത് സാധാ കടന്നലല്ല, ഇത് പുറ്റു കടന്നൽ, വലിപ്പമുള്ള വലിയ കടന്നലാണ്. ഇത് പറന്നു വരുമ്പോൾ നമുക്ക് ഹെലികോപ്റ്റർ പറന്നു വരുന്ന സൗണ്ടോടുകൂടിയാണ് നമ്മൾ അടുത്തേക്ക് വരുന്നത്. വെസ്പ ട്രോപ്പിക്ക എന്നാണ് ശാസ്ത്രീയ നാമം. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മരച്ചില്ലകൾക്ക് പകരം ഭൂമിക്കടിയിലെ വലിയ മാളത്തിലാണ് ഇവ ഉണ്ടാവുക. 2 മാസത്തോളമായി ശല്യം തുടങ്ങിയിട്ടെന്ന് നാട്ടുകാർ. ഒരുപാട് പേരെ കടിച്ചിട്ടുണ്ട്. ഇത് ആരും ഇത് പുറത്തു പറയാനില്ല, എന്തോ എന്ന് കൊട്ടിയിട്ട് അങ്ങ് പോകും. ഇപ്പോഴല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. പഞ്ചായത്തിനും കളക്ടർക്കും വനം വകുപ്പിനും പരാതി നൽകി. അധികൃതർ കൈമലർത്തുകയാണ്. അപ്പോൾ ഇത് കണ്ടുടനെ തന്നെ നമ്മൾ RRT ടീമിനെ, ഫോറസ്റ്റിൻ്റെ RRT ടീമിനെ നമ്മൾ വിളിച്ചറിയിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇത് ഞങ്ങൾ വന്യമൃഗങ്ങളെ മാത്രമേ RRT ഇത് ചെയ്യുള്ളൂ, അല്ല ഈ കടന്നലിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഇത് കളക്ടറേറ്റിനും വിളിച്ചറിയിച്ചു. ഇപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾക്ക് സർക്കാരിന് ഇങ്ങനെ ഒരു സ്കീമില്ല. കഴിഞ്ഞ ആഴ്ച മാത്രം കുത്തേറ്റത് കുട്ടികളടക്കം 10ഓളം പേർക്ക്. ഹെൽമറ്റ് പോലുമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. നാട്ടുകാരെല്ലാം ഹെൽമറ്റ് വെച്ച് ഇപ്പം നമ്മൾ തന്നെ അങ്ങോട്ട് പോയപ്പോഴത്തെല്ലാം ഹെൽമറ്റും റെയിൻകോട്ട്, 2 റെയിൻകോട്ട് ഇട്ടാൽ പോലും ഇവൻ കൊത്ത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആഷിൻ ഡിയാഗോ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആഷിൻ ഡിയാഗോ, ഇതൊരു വമ്പൻ കടന്നലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അവിടെ ഹെൽമറ്റൊക്കെ ഇട്ട മനുഷ്യർ നിൽക്കുന്നുണ്ട്. അഷിൻ ഹെൽമറ്റ് ഇട്ടിട്ടുമില്ല. സൂക്ഷിച്ച് നിൽക്കൂ അഷിൻ ഡിയാഗോ, എപ്പോൾ വേണമെങ്കിലും കടന്നലാക്രമണം ഉണ്ടായേക്കാം. എന്താ സംഭവം അഷിൻ? ഈ വലിയ കടന്നല് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നാട്ടുകാരെ അല്ലേ? അരുൺ, തീർച്ചയായും ഇത് സാധാരണ ഒരു കടന്തലല്ല, പകരം 5 ഇരട്ടി വലിപ്പമുള്ള കടന്തലാണ്. ഗ്രേറ്റർ ബാൻഡഡ് ഹോണറ്റ് എന്നാണ് ഈ കടന്തലിന്റെ പേര് പറയുന്നത്. ഇത് അപകടകാരിയാണ്. കാരണം ഇത് കുത്തിക്കഴിഞ്ഞാൽ ഒന്നാമത് ഇതിന്റെ സ്റ്റിങ് എന്ന് പറയുന്നത്, ബീയുടെ അറ്റത്തൊക്കെ ഉണ്ടാകുന്ന സ്റ്റിങ് എന്ന് പറയുന്നത് നല്ല വലിപ്പമുണ്ട് ഇതിന്. മാത്രമല്ല അത് കുത്തിക്കഴിഞ്ഞാൽ അസഹനീയമായ വേദനയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ ഒരാഴ്ചത്തേക്ക് ഈ കുത്തിയ ഭാഗം അനക്കാൻ കഴിയില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ സ്ഥലത്താണ് ഇതിന്റെ പൊത്ത് കണ്ടെത്തിക്കുന്നത്. കാരണം സാധാരണ കടന്നലെല്ലാം ഈ മരത്തിലോ മരച്ചില്ലയിലോ ഒക്കെ കൂടുകൂട്ടി ആ കൂടെല്ലാം അവരുടെ ഒരു കോമ്പ് പോലെ കൂട്ടി അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി മണ്ണിന്റെ അടിയിൽ ഒരു വലിയ പൊത്ത് പോലെ ഉണ്ടാക്കി അതിൻ്റെ അടിയിലാണ് കൂട്ടത്തോടെ താമസിക്കുന്നത്. നമുക്ക് അത് താഴേക്ക് പോകാൻ ചില ബുദ്ധിമുട്ടുണ്ട്. കാരണം രാവിലെ തന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചിലതൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. വളരെ അപകടകാരിയാണ്. ആളുകളെല്ലാം പേടിച്ചാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. ഇവര് തൊട്ടടുത്തൊക്കെ താമസിക്കുന്ന ആളുകളാണ്. പ്രായമായ ആളുകളുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികളെങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറ് പോലും, കളിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. ഈ ചേട്ടന്റെ സ്ഥലത്താണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ സംഭവത്തിന്റെ തുടക്കം 2 മാസം മുമ്പ് ഈ പ്രദേശത്ത്, അതായത് മഞ്ചമൂല എന്ന് പറയുന്ന ഈ പ്രദേശത്ത് കുറച്ച് ആളുകളെയൊക്കെ റാൻഡമായിട്ട് ഈ കടന്തൽ കുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കരുതിയിരുന്നത് സാധാരണ ഒരു കടന്തൽ അങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ഇത് കുറേ പേർക്ക് ഇതേ ഒരു സംഭവം അനുഭവപ്പെട്ടു. ഒരേ ദിവസം തന്നെ പലർക്കുമായി ഇങ്ങനെ കടന്തലിന് കുത്തേൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഇവരിത് അന്വേഷിച്ചിറങ്ങുന്നത്. ഇതിനിടയിലാണ് ഇവിടെ ഈ പണി നടക്കുന്നതിനിടെ, കൃഷിയൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പണി നടക്കുന്നതിന് വേണ്ടി കുറച്ച് ആളുകൾ, ഇവിടെ തൊഴിലാളികൾ എത്തി പണി നടക്കുന്നതിനിടയിലാണ് മണ്ണിൻ്റെ അടിയിൽ ഇതിൻ്റെ കൂട് കണ്ടെത്തുന്നതും ഇതിൻ്റെ വലിപ്പം അന്നാണ് ശരിക്കും ഈ നാട്ടുകാരൊക്കെ അറിയുന്നതും. അന്ന് മുതൽ അതിനുശേഷമാണ് ഈ നിലവിൽ ഇപ്പോൾ ആളുകൾ ഭയത്തോടെ ഇങ്ങനെ ഹെൽമറ്റൊക്കെ ഇട്ട്. ഈ ചേച്ചിയൊക്കെ കഴിഞ്ഞ ആഴ്ച കൂടി കുത്തേറ്റ ഒരു ചേച്ചിയാണ്. മാത്രമല്ല ഈ നേരത്തെ കാണിച്ച ആ ചേട്ടൻ ഇവിടെ നിൽക്കുന്നതിൽ പലർക്കും കുത്തേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏതാണ്ട് 10ഓളം പേർക്കാണ് ഇത്തരത്തിൽ കുട്ടികളടക്കം കുത്തേറ്റത്. ചേച്ചി, ഇവിടെ ഇത് ഭയങ്കര ശല്യമാണല്ലോ? ഭയങ്കര ശല്യമാണ്. ഭയങ്കര ശല്യം കൊണ്ടാണ് ഇപ്പം നിവൃത്തിയില്ല നമുക്ക് പുറത്തിറങ്ങി. കൊച്ചുങ്ങളെയൊക്കെ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് കയറി ഒരു ആളുടെ കാലിൽ കടിച്ചു. അവരൊന്നും അവിടെ ഇല്ല, മരണമായതുകൊണ്ട് അവരൊന്നും ഇവിടെ ഇല്ല, മരണത്തിന് പോയി. നല്ല വേദന, ഭയങ്കര വേദന. എനിക്ക് ഒരാഴ്ചയോളം അപ്പോഴെന്നെ ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തെങ്കിലും ഒരാഴ്ചയോളം ആ സെക്കൻഡിൽ എന്നെ കൊണ്ട് ആശുപത്രിയിൽ പോയി. ഇല്ല മൂക്കില് ഇവിടെ ഒക്കെ നീരായിരുന്നു. നല്ല വേദന, ഭയങ്കര തെരപ്പ്, ഉറങ്ങാൻ പറ്റൂല. നല്ല വേദന ഉണ്ടായിരുന്നു. അകത്തിരിക്കുകയായിരുന്നു, വീട്ടിന് അടുക്കളക്കകത്ത്.
ആണോ ഒന്ന് കുത്തിയതല്ലേ? കുട്ടികളൊക്കെ ഉണ്ട്? രണ്ടുപേരുണ്ടായിരുന്നു. കുട്ടികളൊക്കെ പുറത്തിറക്കാൻ പേടി. ഓ, മോനടാ സ്കൂളിൽ പോയില്ല ഇന്ന്? ഇന്ന് സ്കൂളിൽ പോകണമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ഞാൻ ഇവിടെ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് എൻ്റെ കടന്തൽ പിന്തുടർന്നത് കുത്താൻ വേണ്ടി. വീട്ടിലോട്ട് പോയി? തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇപ്പം കളിക്കാനൊന്നും പോകാൻ പറ്റുന്നില്ല? കളിക്കാൻ പോകാൻ ഇറങ്ങുന്നില്ല. വീട്ടിൽ തന്നെ ഇറങ്ങാൻ പേടിയാണ്. വീട്ടിൽ ഒരു റൂമിൻ്റെ അകത്താണ് ഇരിപ്പ്. ഇറങ്ങാൻ പറ്റത്തില്ല. ശല്യമാണ്. തന്നെ അതായത് നിങ്ങളിപ്പോ വനംവകുപ്പിനെയൊക്കെ അറിയിച്ചായിരുന്നു ഇതിനിങ്ങനെ ഒരു ശല്യം ഉണ്ടെന്ന്? ഫോറസ്റ്റിൻ്റെ RRT ഇതിപ്പോൾ 1-2 മാസം മുമ്പാണ് ഇത് കാണുന്നത്. നമ്മളിവിടെ ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് കാട് തെളിക്കാൻ വന്നപ്പോഴത്തേക്ക് കാട് തെളിക്കാൻ വന്ന ആദ്യത്തെ തൊഴിലാളിയെ ഇത് കാണുകയും അയാളങ്ങ് ഓടിക്കളഞ്ഞു. പക്ഷേ തൊട്ടടുത്ത് നിന്ന തൊഴിലാളിയെ ആക്രമിച്ച് കുത്തി. അപ്പോൾ പിന്നെ അന്ന് നമുക്കിവിടെ പണി വയ്ക്കാൻ പറ്റിയില്ല. ഭയങ്കര അസഹ്യമായ വേദനയും. പറഞ്ഞപ്പോ എന്താ പറയുന്നത്? അധികൃതരോട് പറഞ്ഞപ്പോ RRTയെ അറിയിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് വന്യമൃഗങ്ങളെ അത് അശ്വിൻ, അത് വലിയ പ്രശ്നമുള്ളൊരു കാര്യമാണ്. സർക്കാർ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. ഫയർഫോഴ്സും മറ്റധികാരികളും പ്രത്യേകം ശ്രദ്ധിക്കുക. അതെങ്ങനെ അത് പ്രശ്നം പരിഹരിക്കും? കാര്യം ഈ മണ്ണിൻ്റെ അടിയിലാണല്ലോ ഈ വലിയ കടന്തൽ ഇരിക്കുന്നത്. സാധാരണ കടന്തലിനേക്കാൾ 5 ഇരട്ടി വലിപ്പമുണ്ട് എന്നാണ് പറയുന്നത് അഴകത്തെ ആളുകൾ. എന്തായാലും അതിൻ്റെ പേര് ഗ്രേറ്റർ ബാൻഡഡ് ഹോണറ്റ്. പേരൊക്കെ കേട്ട സംഭവം കൊള്ളാം, ഉഷാറാണ്. പക്ഷെ കുത്തം അതിൽ ഉഷാറാ. കുത്ത് കൊണ്ടാൽ ഒരാഴ്ച ആ ഭാഗം അനക്കാൻ പറ്റൂല എന്നുള്ളതാണ്. മുഖമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ഈ അവസ്ഥയാവും. അപ്പോൾ എന്തായാലും നാട്ടുകാരുടെ ആ ആശങ്ക സർക്കാർ പെട്ടെന്ന് കേൾക്കേണ്ടതുണ്ട്. അവിടെ എങ്ങനെയെങ്കിലും ആ പൊത്തിൽ നിന്ന് ഈ സാധനത്തെ അവിടെ നിന്ന് ഓടിച്ചു വിടുക എന്നുള്ളതാണ്. കുട്ടികളൊക്കെ പുറത്തിറങ്ങി വരേണ്ടതാണ്. ആ പോകുന്ന ഷേപ്പിലായിരിക്കില്ല തിരിച്ചു വരുന്നത്. അതാണല്ലോ പ്രശ്നം.